ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കേരളത്തിലെ ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന്റെയും പ്രതിവർഷം മേടിക്കുന്ന ഫീസിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ നീറ്റ് എഴുതിയിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നീറ്റ് എഴുതിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി കാണണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജസിനും മേടിക്കുന്ന പ്രതിവർഷ ഫീസിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ഇന്ന് ഞാൻ ഈ വീഡിയോയില് അതായത് ട്യൂഷൻ ഫീ അല്ലാതെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഫീസ് മേടിക്കുന്നുണ്ട്, ഇതല്ലാതെ ഒരുപാട് ഫീസ് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും വാങ്ങിക്കുന്ന സ്പെഷ്യൽ ഫീനെ കുറിച്ചാട്ടോ പറയുന്നത്. സ്പെഷ്യൽ ഫീയിലും അതായത് അതൊരു ഒറ്റ കാറ്റഗറി ആയിട്ട് അതിൽ കുറെ ഫീസ് ഇൻക്ലൂഡഡ് അല്ല. ഇതല്ലാതെ തന്നെ നമുക്ക് ആർട്സ്, സ്പോർട്സ് അങ്ങനെ വേറെയും കുറെ ഫീസ് വേറെയുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയാണ്. അത് ആ ഒരു ഫീസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഓരോ മെഡിക്കൽ കോളേജും ഓരോ തരത്തിലാണ് വാങ്ങിക്കുന്നത്. അതും ഫസ്റ്റ് ഇയറിൽ ഒരു ഫീസും ബാക്കിയുള്ള വർഷങ്ങളിൽ വേറെ വേറെ ഫീസും മേടിക്കുന്നത്. അപ്പം ഇന്ന് ഈ വീഡിയോയില് ഓരോ ഫസ്റ്റ് ഇയറിൽ മേടിക്കുന്നതും ബാക്കി വർഷങ്ങളിൽ മേടിക്കുന്നതുമായിട്ടുള്ള കേരളത്തിലെ ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന്റെ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നീറ്റ് കണ്ടന്റ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സ്പെഷ്യൽ ഫീസിനെ കുറിച്ചാട്ടോ പറയുന്നത്. അപ്പം ഈ സ്പെഷ്യൽ ഫീയും ട്യൂഷൻ ഫീ മാത്രം അടങ്ങിയിട്ടുള്ളതല്ല ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ എന്താ പറയാ ഒരു ഫീസ് വരുന്നത്. ഇതിൽ കൂടാതെ ഒരുപാട് ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, ഈവൻ ID കാർഡ്, യൂണിഫോമിനൊക്കെ തന്നെ ഭയങ്കര വില നമ്മൾക്ക് ഓരോ കോളേജിനും കൊടുക്കേണ്ടി വരും. അപ്പം അതും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇല്ല, ഈ വീഡിയോ ഭയങ്കര സ്ട്രെങ്ത് ആയിപ്പോ. അപ്പൊ നമുക്ക് ഓവറോൾ എത്ര പൈസ വരും എന്ന് വേറൊരു വീഡിയോ പറയാം. ഇന്ന് ഞാൻ ജസ്റ്റ് സ്പെഷ്യൽ ഫീയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് നമുക്ക് കേരളത്തിൽ ഓരോ മെഡിക്കൽ കോളേജസിന്റെ കാര്യം നോക്കാട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഫീസ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ വർഷം, അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ട്യൂഷൻ ഫീയോടൊപ്പം നമ്മൾ ഇത് അടയ്ക്കുമ്പോൾ അത് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. ബാക്കിയുള്ള വർഷങ്ങളിൽ ഫസ്റ്റ് ഇയറിനേക്കാൾ ഈ സ്പെഷ്യൽ ഫീ കുറവായിരിക്കും. അപ്പൊ ഇതെപ്പോഴും നമ്മൾ ഫീസിന്റെ കൂടെയാണ് നമ്മൾ എന്താ പറയുക കോളേജിൽ നമ്മൾ പേ ചെയ്യേണ്ടത്. ഇപ്പോഴും പലർക്കും ഡൗട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം ഫീസ് അടയ്ക്കണമെന്ന്. ഞാനിത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, എന്നാലും ആളുകൾക്ക് ഡൗട്ടാണ്. നമുക്ക് 5 തവണയായിട്ട് നമ്മൾ ഫീസ് അടയ്ക്കണം. അതായത് 5 വർഷം നമ്മൾ ഫീസ് അടയ്ക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചേരുന്നതിന്റെ ബാക്കിയുള്ള എല്ലാ ഫീസും, അതായത് ഹോസ്റ്റൽ മെസ്സൊക്കെ നമ്മൾ എല്ലാ വർഷവും അടയ്ക്കണം. പക്ഷെ നമ്മൾ ഈ ഫസ്റ്റ് ചേരുമ്പോൾ നമ്മൾ ഇതല്ലാതെ അടയ്ക്കുന്നുണ്ടല്ലോ, യൂണിഫോം, കോഷൻ ഡിപ്പോസിറ്റ്, അതൊന്നും നമ്മൾ എല്ലാ വർഷവും അടയ്ക്കണ്ട. ആ ഒരു ഫീസൊക്കെ ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയറിൽ കുറച്ച് അധികമാണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ ഇതല്ലാതെയുള്ള എല്ലാ ഫീസും നമ്മൾ 5 പ്രാവശ്യം നമ്മൾ അടയ്ക്കണം. അത് ഫസ്റ്റ് ഇയർ ഉൾപ്പെടെ നമ്മൾ 5 പ്രാവശ്യം നമ്മൾ ഫീസ് അടയ്ക്കണം. 5 വർഷങ്ങളിൽ ഓരോ പ്രാവശ്യം അടയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആണ് വയനാടുള്ളത്. അവിടെ ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് 97,834 ആണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ 57,827 ആണ് നമ്മൾ അടയ്ക്കുന്നത്. അടുത്തത് കരുണ മെഡിക്കൽ കോളേജ് ആണ് പാലക്കാടുള്ളത്. അവിടെ ഫസ്റ്റ് ഇയറിലെ ഫീ എന്ന് പറയുന്നത് 94,571 ആണ്. ഇനി ബാക്കിയുള്ള വർഷങ്ങളിൽ 63,652 ആണ്. അടുത്തത് മലബാർ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ സ്പെഷ്യൽ ഫീ കുറച്ച് കൂടുതലാണ് ഫസ്റ്റ് ഇയറിൽ. അവിടെ ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീ വരുന്നത് 1,08,456 ആണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ 67,269 ആണ്. അടുത്തത് മൗണ്ട് സിയോൺ ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ സ്പെഷ്യൽ ഫീ വരുന്നത് 70,808 ആണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ 46,146 ആണ്. ഐ തിങ്ക് കമ്പാരേറ്റീവ്ലി സ്പെഷ്യൽ ഫീ ഇവിടെ കുറവാണ്. അടുത്തത് PK ദാസ് ആണ് പാലക്കാട്. അവിടെ ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീ വരുന്നത് 1,04,805 ആണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ 38,650 ആണ്. അടുത്തത് ശ്രീഗോകുലമാണ് ട്രിവാൻഡ്രം. അവിടെ ബാക്കിയുള്ള കോളേജിനെ അപേക്ഷിച്ച് സ്പെഷ്യൽ ഫീ ഫസ്റ്റ് ഇയറിലും ബാക്കിയുള്ള വർഷവും കുറവാണ്. അവിടെ 55,124 ആണ് ഫസ്റ്റ് ഇയറിൽ. ബാക്കിയുള്ള വർഷങ്ങളിൽ 30,686 ആണ്. അടുത്തത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് എറണാകുളം. അവിടെ ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീ വരുന്നത് 1,03,219 ആണ്. ബാക്കിയുള്ള വർഷങ്ങളിൽ 49,000
74,544 ആണ്. SUT ആണ്, അവിടെ 74,232 ആണ് ഫസ്റ്റ് ഇയറിൽ. ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ 53,696 അടയ്ക്കണം. അടുത്തത് അലദർ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 82,315 ബാക്കിയുള്ള വർഷങ്ങൾ 51,809 ആണ് മേടിക്കുന്നത്. അടുത്ത അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 62,135 ബാക്കിയുള്ള വർഷങ്ങളിൽ 16,521 ആണ്. അടുത്തത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 53,107 ബാക്കിയുള്ള വർഷങ്ങളിൽ 32,554 ആണ്. അടുത്തത് ഡോക്ടർ സോമൽവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് ആണ്. അവിടുത്തെ ഫസ്റ്റ് ഇയർ ഫീ വരുന്നത് 67,269 ബാക്കിയുള്ള വർഷങ്ങളിൽ 49,685 ആണ്. ദെൻ അടുത്തത് ജൂബിലി മിഷൻ ആണ്. ജൂബിലി മിഷനിലെ ഫസ്റ്റ് ഇയറിലെ സ്പെഷ്യൽ ഫീ വരുന്നത് 66,855 ബാക്കിയുള്ള വർഷങ്ങളിൽ 18,292 ആണ്. അടുത്തത് KMCT ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 91,875 ബാക്കിയുള്ള വർഷങ്ങളിൽ 65,262 ആണ്. അടുത്തത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 63,289 ബാക്കിയുള്ള വർഷങ്ങളിൽ 30,658 ആണ്. അടുത്ത MES മെഡിക്കൽ കോളേജ് ആണ്. ഇവിടെ ഫസ്റ്റ് ഇയറിൽ 78,303 ബാക്കി വർഷങ്ങളിൽ 41,364 ആണ്. അടുത്ത പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 81,225 ബാക്കിയുള്ള വർഷങ്ങളിൽ 12,982 ആണ്. അടുത്ത ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ ഫസ്റ്റ് ഇയറിൽ 69,156 ബാക്കിയുള്ള വർഷങ്ങളിൽ 51,573 ആണ്. അപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജിന്റെയും ഫസ്റ്റ് ഇയറിലുള്ളതും ബാക്കിയുള്ള വർഷത്തെയൊക്കെ സ്പെഷ്യൽ ഫീ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കുറെ പേര് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും കൂടി സം ചെയ്തിട്ട് കുറച്ച് കുറവ് എമൗണ്ട് കിട്ടുന്ന കോളേജസ്, അതായത് ഫീസ് കുറച്ച് കുറവുള്ള കോളേജസ് ഒക്കെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഓപ്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കും. ചിലർ ഹോസ്പിറ്റലിൽ എന്താ പറയുക പേഷ്യൻസ് ലോഡിനെ ബേസ് ചെയ്തിട്ട് വെക്കുന്നതാണ്, ചിലർ അക്കാഡമിക്സിനെ ബേസ് ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ഇയർ ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുറെ പേര് സ്റ്റൈപ്പൻഡിന്റെ ബേസിസിൽ വെക്കും കേട്ടോ. കാരണം എന്നോട് കുറച്ച് കുട്ടികൾ സ്റ്റൈപ്പൻഡ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ആ ഒരു അലോട്ട്മെന്റിന്റെ ആ ഒരു ഓർഡറിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ നിങ്ങൾ ഏതൊരു ഓർഡറിൽ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഫീസ് കുറച്ച് കുറവുള്ള കോളേജ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങളിപ്പം അവിടുത്തെ സ്പെഷ്യൽ ഫീ കുറവാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഫീസൊക്കെ കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മേ ബി സ്പെഷ്യൽ ഫീ ആയിരിക്കും കുറവുണ്ടാവുള്ളൂ. അവിടെ ഹോസ്റ്റല്, മെസ്സ്, യൂണിഫോം, ട്രാൻസ്പോർട്ടും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും ഭയങ്കര ഫീസ് ആയിരിക്കും. അതൊന്നും നമുക്കിങ്ങനെ എല്ലാ കോളേജസിന്റെ അവിടെ എവിടെ അപ്ലോഡ് ചെയ്യില്ല. അതത് മാനേജ്മെന്റ് തീരുമാനിക്കുന്ന പൈസ. അപ്പൊ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കോളേജിന് ഇത്ര പൈസയാണ്, ആ കോളേജിൽ ഇത്ര പൈസ ഇല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ എന്താ പറയാ സ്പെഷ്യൽ ഫീ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു കോളേജിന് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ സ്പെഷ്യൽ ഫീയുടെ വീഡിയോ ഇടാൻ തന്നെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്തായപ്പോൾ നമ്മൾ ട്യൂഷൻ ഫീ ആ വർഷത്തെ ഇത്ര ഫീസാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഡ്മിഷന് ചേരാൻ പോകുന്ന സമയത്തേക്ക് നമ്മൾ മനസ്സിലാവുക ഈ ഫീസ് മാത്രമല്ല, ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഫീസ് വേറെയും ഉണ്ടെന്ന്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത്രയും ഒരു എമൗണ്ട് ഒപ്പിക്കാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും, രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഒരു ധാരണ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ നെസസിറ്റി എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എന്റെ എക്സാം പീരീഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കുറെ വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.